നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷനുമായാണ് വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ നമ്മൾ 2 ഡീറ്റെയിൽഡ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കേരള PSCയിലെ നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എങ്ങനെ തിരുത്താം, കറക്ഷൻ, പ്രൊഫൈൽ ഡീറ്റെയിൽസിൻ്റെ കറക്ഷൻ എങ്ങനെ ചെയ്യാമെന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു പുതിയ ന്യൂസ് വന്നിരിക്കുകയാണ്. കേരള PSC തന്നെ തന്നിരിക്കുന്ന ഒരു അറിയിപ്പാണിത്. പ്രൊഫൈൽ സ്വയം തിരുത്താം. അതായത് സ്ഥിര മേൽവിലാസം, പേര്, ജനനത്തീയതി, ഫോട്ടോ, ഒപ്പ് എന്നിവ ഒഴികെ പ്രൊഫൈലിലെ വിവരങ്ങൾ ജനുവരി 26 മുതൽ ഉദ്യോഗാർത്ഥികൾക്ക് സ്വയം തിരുത്താം. ഇതിനുവേണ്ടി PSC ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതില്ല. വെരിഫിക്കേഷൻ കഴിഞ്ഞവർക്കാണെങ്കിലും ഒറ്റത്തവണ വെരിഫിക്കേഷൻ, വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്കും അല്ലാത്തവർക്കും ഈ രീതിയിൽ തിരുത്താവുന്നതാണ്. ഇനി ഒറ്റത്തവണ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചവരാണെങ്കിലും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ എന്താണോ കറക്റ്റ് ചെയ്തത് അതിനനുസരിച്ചുള്ള കറക്ഷൻ വരുത്തി പുതിയ ഒറ്റത്തവണ വെരിഫിക്കേഷൻ ആ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ്. ഇനി അടുത്തത്, സർക്കാർ സർവീസിലിരിക്കെ അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഇങ്ങനെ തിരുത്താൻ സാധിക്കുകയില്ല. അവർക്ക് നിലവിലുള്ള നടപടി അനുസരിച്ച്, അതായത് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെയുള്ള പ്രോസസ്സ് ചെയ്യേണ്ടത് വരും, ഓൾറെഡി സർക്കാർ ഉദ്യോഗത്തിലിരിക്കെ അപ്ലൈ ചെയ്തവർക്ക്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷൻ. അപ്പോൾ ഇത് മറ്റുള്ളവരിലേക്ക് ഒന്ന് പാസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേര് പല ഡീറ്റെയിൽസും റോങ് ആയിട്ട് എൻ്റർ ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി എങ്ങനെ സാധിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പേരിലേക്ക് ഈ ഒരു ഇൻഫോർമേഷൻ എത്തിക്കുക. താങ്ക് യു സോ മച്ച്.